ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷോപ്പിംഗ് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. ഷോപ്പ് ചെയ്ത് സാധനങ്ങൾ ഇടാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാലിക്ക് ദൈവം നിൽപ്പുണ്ട്. ഭയങ്കര മേക്കപ്പാണ്. എൻ്റെ ലിപ്സ്റ്റിക് അല്ലേ ദൈവമേ, ഒരു മിനിറ്റ്. ഈശ്വരാ, ഇത് നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ഇത് എങ്ങനെ ഇനി ക്ലീൻ ചെയ്തെടുക്കും എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്താ കുഞ്ഞെ കാണിച്ചു വെച്ചത്? ദൈവമേ, അടി വേണോ? അനാലിയയ്ക്ക് അടി വേണോ? ഇങ്ങനെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല അമ്മ. ഇതിൻ്റെ ലോക്ക് പോയി. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് യൂസ് ചെയ്യാണ്. എന്താ അടി കുഞ്ഞി കാണിക്കണത്? നിങ്ങളിത് കണ്ടോ? ഇന്ത്യയുടെ ഭൂപടം വരച്ച് വെച്ചേക്കുന്നത്. ഇത് ഫുള്ള് എൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ക്ലീനൊക്കെ ചെയ്തു. ഞാൻ ടിപ്പ് പറഞ്ഞു തരാം. ഈ ലിപ്സ്റ്റിക്കൊക്കെ പിള്ളേർ യൂസ് ചെയ്യുമ്പം നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് അത് കഴുകി കഴിഞ്ഞാൽ പോവത്തില്ല. അതിന് പകരം നമ്മൾ എണ്ണ കുറച്ച് അപ്ലൈ ചെയ്താൽ മതി, അത് പൊയ്ക്കോളും. ഓക്കെ, അപ്പം നമ്മളെവിടെ പറഞ്ഞു വന്നത്? അനാലിയുടെ കാര്യം. അനാലിയയ്ക്ക് എഴുത്തിനിരുത്തുന്നത്. അപ്പം നമ്മൾ ചർച്ചിലാണ് പോകുന്നത്. അപ്പം ചർച്ചിൽ പോകുമ്പോൾ ഒരു വൈറ്റ് ഡ്രസ്സ് കോസ്റ്റ്യൂം വേണമെന്ന് എനിക്കങ്ങനെ തോന്നി. അതുകൊണ്ട് ഞാനത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. വാങ്ങിക്കാൻ പോയപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നതൊക്കെ നമുക്ക് വേണമെന്ന് തോന്നുമല്ലോ. അത് നമ്മൾ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുകയും ചെയ്യും. സോ അങ്ങനെ വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ബിരിയാണി ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടുന്ന് കഴിക്കുന്നതാണ്. നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ബിരിയാണി. ഞാൻ ഇറങ്ങാൻ നേരം കാണിച്ചു തരാം. ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാലാ ബസ് സ്റ്റാൻഡില്ലേ, ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആകെ അവിടെ ഒരു ഹോട്ടലുള്ളൂ, ബോബീസ് ഹോട്ടൽ എന്ന് പറയുന്നത്. അടിപൊളി ഫുഡാണ്. ഒരാൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത് നോക്കാം. തനിയെ കഴിക്കുക എല്ലാം. ഇപ്പം ഇതിലേക്ക് എന്താ വേണ്ടത്? ചിക്കനാണോ വേണ്ടേ? എച്ചിയാണോ വേണ്ടേ? ചിക്കനാണ് വേണ്ടേ? ഇങ്ങോട്ട് നോക്ക്, അമ്മയും നോക്ക്. ഇപ്പോഴാ നേരെയായേ. അവള് മീറ്റാ കഴിക്കോളും. മീറ്റാണ് ഇഷ്ടം. പിന്നെ പപ്പടവും എൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചില ആൾക്കാർ പറയും കോള കൊടുക്കരുതെന്നൊക്കെ. പക്ഷേ ഇപ്പം ഇവിടുന്ന് വഴക്കുണ്ടാക്കിയത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് കൊടുത്തത്. നോർമലി അങ്ങനെ കൊടുക്കാറൊന്നുമില്ല. ഫുഡെല്ലാം ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ 2 പേര് ഫുള്ള് കഴിച്ചിട്ടില്ല. ബില്ല് വന്നിരിക്കുന്നത് ഇതാ ഇത്രയും റേറ്റ് വന്നിട്ടുള്ളൂ. ഒത്തിരി റേറ്റ് ഒന്നും പറയാനില്ല. ഓക്കെ, ഇനി നമുക്കിതാ ഏതെങ്കിലും ഓട്ടോ വിളിച്ചിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം. പവിത്ര സിൽസിൽ പോകാമെന്ന് വിചാരിക്കുന്നത്. പാലായിൽ നോക്കാം. പവിത്ര സിൽസിൽ എത്തിയിരിക്കുന്നു. ഇതാണ് പവിത്ര സിൽസ് പാലായിൽ. ഒത്തിരി ഷോപ്പുകളുണ്ട്. എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് തോന്നിയത് ഇവിടെയാണ്. യായ സെക്യൂരിറ്റി ചേട്ടൻ അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കംഫർട്ടായിട്ട് എടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പബ്ലിക്കിൻ്റെ മുന്നിൽ എടുക്കുമ്പോൾ അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഇപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വരുന്നത്. കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. ചിരിച്ചുകൊണ്ടൊരു ചേച്ചി ഞങ്ങൾ എപ്പോഴും ഇവിടെ എടുക്കാൻ വരുന്നതാണ്. അതുകൊണ്ട് ഈ ചേച്ചിക്ക് ഞങ്ങളെ പരിചയമാണ്. ഇവിടെ കിഡ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതാ ഈ ഫ്രോക്കൊക്കെ നോക്കൂ, എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കൂ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ ഇവിടെ വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് എടുക്കാൻ വന്നതാണ്. ഇത് വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന് കാണിച്ചു ചേച്ചി, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് ഗ്ലേസിങ് സ്റ്റോണൊക്കെ വെച്ചിട്ട് ഉള്ളത്. പിന്നെ സെക്കൻഡ് വൺ അതെനിക്ക് ഓക്കെ അല്ല. ഇത് പ്രശ്നമില്ലാന്ന് തോന്നുന്നു. കുഞ്ഞു പിള്ളേർ നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ചേച്ചി ഇത് ഇവക്ക് പാകാവോ? ക്യൂട്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? പാകാവോ? 600 ഒക്കെ വരുന്നുള്ളൂ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിന് പല പേസ്റ്റൽ കളേഴ്സ് ഉണ്ട്, ഡാർക്ക് കളേഴ്സ് ഉണ്ട്. ഫുൾ അടിപൊളി. എല്ലാവരും വന്നൊന്ന് നോക്കുക. കാരണം ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടാറില്ല ഒരു കാര്യങ്ങളും. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഇതും ജസ്റ്റ് നോക്കട്ടെ. എനിക്ക് കണ്ടിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ തോന്നുന്നില്ല. ഞാൻ ജസ്റ്റ് തപ്പട്ടെ. 2-3 എണ്ണം
ഇതാ ഓരോരോ പീസുകൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം, പക്ഷെ എനിക്ക് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്ത് തരാനൊന്നും അറിയത്തില്ല. എടുത്തത് പവിത്ര സിൽക്സ് പാലായിൽ നിന്നാണ്. അപ്പം ഇതൊരു അവിടെ വെക്കു കുഞ്ഞേ, ഇതൊരു ടോപ്പാണ്. ഈ ടോപ്പ് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു യെല്ലോ കളർ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ചെറിയ സൈസ് ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് ഞാൻ എടുത്തു. ഇതിന് 600 സംതിങ് രൂപയേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഉടുപ്പ്. ശരിക്കും പറഞ്ഞാൽ അനാലിയയ്ക്ക് എഴുത്തിനിരുത്തുമ്പോൾ ചർച്ചിൽ പോകാൻ വേണ്ടിയിട്ട് എടുത്ത ഉടുപ്പ്. ഇത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. കുറേ നോക്കിട്ടോ ഞാൻ, അല്ലാതെ ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് കിടക്കുന്നതൊക്കെ നോക്കി. പക്ഷേ ഇതെനിക്ക് അതിൽ നിന്നൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നി. ഇനി വാഷ് ചെയ്യുമ്പോൾ ഈ ഫ്ലവറിൻ്റെയൊക്കെ കളർ പോകുമോ അറിയില്ല. എന്നാലും 1 ടൈം യൂസിന് കൊള്ളാം. അനാലിയുടെ ഡ്രസ്സിങ്ങിന് മാച്ചിങ് ആവുന്ന പോലെ എനിക്കൊരു ടോപ്പ് എടുത്തതാണ്. സോ നല്ല ഭംഗിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഒരു ഓഫ് വൈറ്റ് കളറാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 899 ആണ്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, അവളുടെ ഡ്രസ്സിന് നല്ല മാച്ചിങ് ആണ്. ഇത് കണ്ടോ, കുട്ടിയുടെ ഡ്രസ്സ്, ഇത് എൻ്റെ ഡ്രസ്സ്, മാച്ചിങ്. പിന്നെ എനിക്കൊരു ബ്ലൂ കളറിൽ കുർത്തി എടുത്തു. ഈ കുർത്തി എനിക്ക് ഈ മാസം ലാസ്റ്റ് ഞങ്ങൾ പള്ളിയിലെ പെരുന്നാളാണ് എൻ്റെ വീട്ടിലെ. അപ്പോൾ അതിന് ഇടാൻ വേണ്ടിയിട്ട്, ഇതൊരു വെൽവെറ്റ് മോഡലാണ്, പക്ഷെ മെറ്റീരിയൽ വെൽവെറ്റ് ഇല്ല, ചെറിയൊരു ഷൈനിങ് ഉണ്ട് അതിന്. നല്ല ഭംഗിയായിട്ടിട്ട്, ഇതിൻ്റെ കളർ നല്ല രസമുണ്ട് ഇട്ടിട്ട്. ഇത് ഫുള്ള് സ്റ്റോണാണ്, സ്റ്റോൺ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇതിന് 1000 സംതിങ്, 1190 അത്രേ ഉള്ളൂ. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ എന്താ പറയുക, ഇത് കോഡ് സെറ്റാണ്. സോ നോർമൽ ഒരു കോഡ് സെറ്റ് 699 700 ബിലോ വരുന്ന ഒരു നോർമൽ കോഡ് സെറ്റാണ്. ഇത്രയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം പോയിട്ട് ഷോപ്പ് ചെയ്തത്. ഒരാളുടെ കോസ്റ്റ്യൂം നോക്കിക്ക് ദൈവമേ, എൻ്റെ വള, എൻ്റെ മാല, എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തതാണ്. കാരണം അത്രയും ടൈം അവൾ അതിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ദേ ഗുളികയൊക്കെ എടുക്കുന്നു. അയ്യോ, ഇങ്ങ് തന്നെ അയ്യോ, അത് അമ്മയുടെ ഗുളിക, ഇങ്ങതാ അനാലിയായേ താ. നോനോ, അമ്മയുടെ ഗുളിക. അമ്മയ്ക്ക് വയറുവേദന വരുമ്പോൾ അമ്മ കഴിക്കണം അമ്മയുടെ ഗുളിക. താ ഈ ഗുളിക, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. പീരിയഡ്സ് പെയിനൊക്കെ വരുമ്പോൾ കഴിക്കുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാം. ടാറ്റ കൊടുത്തേ, ബൈ ബൈ പറഞ്ഞേ, ഉമ്മ കൊടുത്തേ. ഓക്കേ.